ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്തേ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പുതിയ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിരിച്ചത് വേറൊന്നുമല്ല, ഇന്നൊരു 2 ദിവസമായി നമ്മളൊരു വിശേഷം കാണുന്നു. അതായത് പുതിയ കുറേ ആൾദൈവങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. ഞാനും കണ്ടിരുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള ആൾദൈവങ്ങളാണോ അതോ ഇനി ഇപ്പൊ ഉള്ള ജനതയെ മുന്നോട്ട് നയിക്കാനുള്ള ആൾദൈവങ്ങളാണോ എന്ന് അറിയില്ല. എന്തായാലും ഓരോരോ ആൾദൈവങ്ങളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു കണ്ടിരുന്നത്. നമ്മൾ എല്ലാവരും കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇത് എന്താണ് നമ്മുടെ ജനങ്ങൾക്ക് പറ്റിയത്? അത് മൊത്തം ജനങ്ങൾക്ക് ഭ്രാന്തായതാണോ അതോ ഈ പറയുന്ന ആൾദൈവങ്ങൾക്ക് ഭ്രാന്തായതാണോ എന്നൊന്നും അറിയാൻ പാടില്ല. അതോ ജനങ്ങൾക്കുള്ള എന്താ പറയുക സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടോ അതും അറിയില്ല. എന്തായാലും ഇതിനെല്ലാം കൂടെ ചുമന്നുകൊണ്ട് നടക്കുന്ന മനുഷ്യരെ എന്തായാലും സമ്മതിക്കണം. എന്ന് വെച്ചാല് ഞാൻ ഈ മനുഷ്യരെ, ഈ പറയുന്ന ആൾദൈവങ്ങളായിട്ടുള്ള മനുഷ്യരെ അല്ല ഞാൻ പറയുന്നത്, ഇതിനെ ദൈവങ്ങളായിട്ട് കൊണ്ട് നടക്കുന്നവരെ സമ്മതിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വ്യക്തിപരമായിട്ട് നമ്മൾ ഒരാളെയും തരം താഴ്ത്താനോ അല്ലെങ്കിൽ അവഗണിക്കാനോ അതൊന്നും ഞാൻ ഒരിക്കലും ചെയ്യുന്ന സംഗതിയല്ല. പക്ഷേ ഈ കോലത്തിൽ കോലം കെട്ടിച്ച് മാലയിടിയിച്ച് പൂജിച്ച് കൊണ്ടു നടക്കുന്ന ഈ ഒരു അവസ്ഥ വളരെ ശോചനീയമാണ്, കഷ്ടമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അത് ആരാധിക്കാനായിട്ട് ഇനി ദൈവങ്ങൾ പോരാഞ്ഞിട്ടാണോ 33 ദൈവങ്ങളും പോരാഞ്ഞിട്ടാണോ ഈ ജീവിച്ചിരിക്കുന്ന ആൾദൈവങ്ങളെ കൊണ്ട് ഇപ്പോ ഈ പരിപാടി എന്നറിയില്ല. എന്തായാലും ശരി, ഇപ്പോഴത്തെ ആൾദൈവങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദൈവങ്ങൾക്ക് എല്ലാം പുതിയ ഭാഷയെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴത്തെ ആൾദൈവങ്ങളെല്ലാം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദൈവങ്ങളെല്ലാം സംസാരിക്കുന്നത് ഏത് ഭാഷയിലാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. കണ്ടോളൂ, ഒരു സെക്കൻഡ്. കൊയിലാണ്ട് കുട്ടൻ കൊയിലാണ്ട്. നിങ്ങൾക്ക് ശരിക്കും താൻ ഒരു ദേവിയാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് സ്കിസോഫ്രനിയ എന്ന മനോരോഗത്തിന്റെ ലക്ഷണമാണ്. പൊന്നുമൈര, നീ ഈ പേരൊക്കെ ഇവിടുന്ന് തപ്പി പറഞ്ഞിക്കൊണ്ടിരിക്കുക. നിന്റെ പേരെന്തു? കുട്ടൻ കൊയിലാണ്ട്. ഈ സ്കിസോഫ്രനിയ നിനക്ക് 48 മണിക്കൂറിനുള്ളിൽ ഈ സ്കിസോഫ്രനിയ എന്ന മാരകമായ മാനസിക രോഗം നിന്റെ ഉള്ളിലേക്ക് ഞാൻ കടത്തും. 48 മണിക്കൂറിനുള്ളിൽ ഈ എടുക്കാൻ വയ്യാത്ത ഒരു പേര് ചുമന്നുകൊണ്ട് നീ ശരിക്കും പറഞ്ഞ നീ വല്ല കുട്ടൻ കൊയിലാണ്ടി തങ്ങനെ ഇട്ടാൽ മതിയായിരുന്നു നിന്റെ മാനസിക രോഗത്തിനുള്ള പേര്. നീ ഇത് എന്ത് മൈരൊക്കെ ഇങ്ങനെ രോഗങ്ങളുണ്ടോ? വലിയ പനിയോ ചുമയോ? ഇതാണ് ഇപ്പോഴത്തെ ദൈവങ്ങളൊക്കെ സംസാരിക്കുന്ന ഭാഷ. മയില്, കുയില്, പിന്നെ പൂവും കായ്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ദൈവങ്ങൾ സംസാരിക്കുന്ന ഭാഷ. അപ്പോ എല്ലാവരും ഈ ഭാഷകളൊക്കെ കേട്ട് എന്താ പറയാ രോമാഞ്ചം അണിയേണ്ട അവസ്ഥയാണ്. ഇതുപോലുള്ളതിനാണ് ദൈവങ്ങളായിട്ട് ചുമന്നോണ്ട് നടക്കുന്നത്. മാലയിടിയിച്ച് പിന്നെ സദസ്സിലേക്ക് ആനയിച്ച്, സദസ്സിൽ എല്ലാവരുടെ മുന്നിലും ആനയിച്ചിരുത്തി ഇതുപോലുള്ള ആൾദൈവങ്ങളെ എല്ലാം ആനയിക്കേണ്ട അല്ലെങ്കിൽ പൂജിക്കേണ്ട ഗതികേടിലേക്ക്, അതായത് വിവേകാനന്ദൻ പറഞ്ഞതാണ് കറക്റ്റ്, കേരളം ഒരു ഭ്രാന്താലയം തന്നെയാണ്. പറയാതിരിക്കാൻ വയ്യ. അതായത് കേരളം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് വിവേകാനന്ദൻ പറഞ്ഞത് കേരളം ഭ്രാന്താലയമാണെന്ന്. പക്ഷെ ഇപ്പോഴാണ് അതിന്റെ ക്ലാരിറ്റി കറക്റ്റ് ആയത്. ഇതേപോലുള്ള ആൾക്കാരെ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നിട്ട് മാലയിടിച്ച് പൂജിച്ച് കാൽ തൊട്ടുമുത്തുന്നു. ഒരു കൂട്ടർ കാല് തൊട്ടുമുത്തുന്നു, മറ്റേ ആള് കാലിൽ ചുംബിക്കുന്നു, അതിനടുത്ത ആള് കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെയുള്ളതിനെ മുഴുവൻ ഇപ്പോഴത്തെ ദൈവങ്ങൾക്കെല്ലാം സംസ്കൃതമായിട്ട്. ഹായ് നിശാന്ത് രാമൻ, ഹായ് ഹേമ മോഹൻ, ഹായ്. സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും. അപ്പോ ഇപ്പോഴത്തെ ആൾദൈവങ്ങളുടെ ഭാഷയൊന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്, കാരണം ലൈവായിട്ടുള്ള ദൈവങ്ങളല്ലേ, അപ്പൊ ലൈവായിട്ടുള്ള ദൈവങ്ങൾ സംസാരിക്കുന്നത് മുഴുവനും സംസ്കൃതത്തിലാണ്. അതൊന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നേ ഉള്ളൂ. ഇതിനെയെല്ലാം ചുമന്നുകൊണ്ട് നടക്കുന്ന ഇപ്പോഴത്തെ പുതിയ മനുഷ്യരുടെ ഒരു മാനസികാവസ്ഥ എത്രത്തോളം പരിതാപകരമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ കാലത്തിനനുസരിച്ച കോലം, അതായത് കലികാലമാണല്ലോ. ഈ കലികാലത്ത് നടക്കാൻ പാടില്ലാത്തൊക്കെ നടക്കുന്നതാണ് സാധാരണ പറയാ. അപ്പൊ ഈ കലികാലത്ത് ഈ പറയുന്ന കലികളെ മുഴുവനും കൊണ്ട് പൂജിച്ചുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. അത് നമുക്ക് കുഴപ്പമില്ല. കാലത്തിന്റെ എന്താ പറയാ കോലമാണെന്ന്, കാലം കിട്ടുന്ന കോലമാണ്, ആയിക്കോട്ടെ, പ്രശ്നമില്ല.
പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോ ചെയ്യുന്നവന് ഇതിനൊക്കെ പിന്നെ നമ്മൾ അങ്ങനെ വിട്ടതാണ്. പക്ഷെ ഇതൊക്കെ ചുമന്നുകൊണ്ട് നടന്ന് ചെയ്യുന്നവന് ഒരല്പം വിവരവും വെള്ളിയാഴ്ചയൊക്കെ ഉണ്ടാവണ്ടേ സാധാരണ? അതുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജനങ്ങൾക്ക് എന്തു ചെയ്യണം, എന്തു ചെയ്യണ്ട, എന്തു ചെയ്യാതിരിക്കണം അങ്ങനെയൊന്നുമില്ല. എന്തും ചെയ്യാൻ വഷള, എന്തും ചെയ്യാൻ മഹത എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ഒരാളോടും നമ്മൾ ഒരു സത്യസന്ധമായ മനസാക്ഷി കാണിക്കരുത്. നമ്മൾ ജീവിതം കൊണ്ട് പഠിക്കുന്ന പാഠമാണ് ഇപ്പോഴത്തെ ഒരു മനുഷ്യരുടെ സ്വഭാവങ്ങള്. ഒരു മനുഷ്യനോട് പോലും മരിക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ പോലും അവനൊരിറ്റ് വെള്ളം കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ കൊടുത്തവന് പണി കിട്ടും. അതേപോലെ ഒരാൾക്ക് അത്രയും പ്രശ്നം വന്ന് നിൽക്കുന്ന സമയമാണ്, അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യരുത്. കാരണം ആ ഹെൽപ്പ് ചെയ്തവൻ തന്നെ അവന്റെ മണ്ടയടിച്ച് പൊട്ടിക്കും, ഉറപ്പാണ്. അത്രയും മനസാക്ഷി തോന്നിയിട്ട് നമ്മുടെ സുഹൃത്താവട്ടെ, നമ്മുടെ സ്വന്തക്കാരാവട്ടെ, നമ്മുടെ കുടുംബ സുഹൃത്താവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ആത്മാർത്ഥമായ സുഹൃത്താവട്ടെ, ആരോ ആവട്ടെ, നമ്മൾ എന്തെങ്കിലും ഒരു ഉപകാരം നമ്മൾ മനസാക്ഷി വിചാരിച്ചിട്ട്, ആത്മാർത്ഥമായിട്ട് മനസാക്ഷി വിചാരിച്ച് ചെയ്തു പോയാൽ അന്നേരം അവൻ അടുത്ത് കിടക്കുന്ന കൈ കിട്ടിയത് എടുത്ത് അവന്റെ മണ്ടയടിച്ച് പൊട്ടിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ആവുന്നതും ഒരാളോട് മനസാക്ഷി കാണിക്കാതിരിക്കണം, ആവുന്നതും ഒരാൾക്കും ഒരു ഉപകാരം ചെയ്യാതിരിക്കുക, ആവുന്നതും ഒരാളോട് ആത്മാർത്ഥമായിട്ടൊന്നും പറയാതിരിക്കുക, ആവുന്നതും ഒരാളോട് സത്യസന്ധമായിട്ട് പെരുമാറാതിരിക്കുക. ഇതൊക്കെയാണ് സമൂഹവും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ എന്താ പറയാ സ്വന്തവും ബന്ധവും എല്ലാം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്, ഈ പാഠങ്ങളാണ്. അപ്പൊ ഈ പാഠങ്ങൾ തന്നെ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരികയാണ്. ഒരു കാലത്തും ഒരിക്കലും ഒരാൾക്കും മരിക്കുകയാണെന്ന് പറഞ്ഞാൽ പോലും ഒരു ഉപകാരം ചെയ്യരുത്. ആ ചെയ്യാതിരുന്നാൽ നിങ്ങൾ മിടുക്കനാണ്, ചെയ്യാതിരുന്നാൽ മിടുക്കനാണ്. പിന്നെ ഈ ചാരിറ്റിയുടെ കാര്യങ്ങളൊക്കെ ചാരിറ്റി ബേസിൽ ഇപ്പൊ നടക്കുന്നത് മുഴുവനും സേവനങ്ങളൊന്നുമല്ല. ചാരിറ്റി ബേസിൽ ചാരിറ്റി നടത്തുന്നവൻ, ഞാൻ ചാരിറ്റി ചെയ്യുന്നവൻ, അങ്ങനെയൊന്നുമില്ല. ചാരിറ്റി നടത്തുന്നവൻ മൊത്തം ഉടായിപ്പും തട്ടിപ്പും മാത്രമാണ്. ഏത് ചാരിറ്റിയാണ് ഇവിടെ സത്യസന്ധമായിട്ടുള്ള ഒരു ചാരിറ്റി? സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനും സ്വന്തമായിട്ട് ഉപകരിക്കാനും അല്ലാതെ ഒരാളും ഇവിടെ ചാരിറ്റി നടത്തുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു. ചാരിറ്റി നടത്തുന്നവൻ അവനവന്റെ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനല്ലെന്നുള്ളത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം. ബാക്കി എല്ലാം ഏതിന്റെ പുറകിൽ നോക്കിക്കോളൂ, സ്വന്തം പോക്കറ്റ് വീർപ്പിക്കലാണ്. അപ്പോ ഈ പറയുന്ന നന്മ എന്ന് പറയുന്നതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. നന്മയും നഷ്ടപ്പെട്ടു, സത്യസന്ധമായിട്ടുള്ള പെരുമാറ്റവും നഷ്ടപ്പെട്ടു, ആത്മാർത്ഥതയും നഷ്ടപ്പെട്ടു. എന്തിനൊക്കെയോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാറായി മാറി സമൂഹം. അതാണ് കാര്യം, അതാണ് സത്യം. അപ്പോ കഴിയുന്നതും ആർക്കും ഉപകാരം ചെയ്യാതിരിക്കുക, എത്രത്തോളം പറ്റുന്നോ അത്രത്തോളം സ്വന്തം കാര്യം നോക്കി ജീവിക്കുക, സ്വാർത്ഥനാവുക, കഴിയുമെങ്കിൽ പരമാവധി നാക്കെടുത്താൽ നുണ മാത്രമേ പറയാവുള്ളൂ, അല്ലെങ്കിൽ ഒരാൾക്കും ഒരു ഉപകാരം ചെയ്യാതിരിക്കുക. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവനെ ഇന്ന് കൂമ്പുള്ളൂ, അല്ലാത്തവര് എന്തായാലും തെണ്ടി കുത്തുപാള എടുത്തു പോകും. അത്രേ ഉള്ളൂ. അതാ എന്റെ ഒരു ഉപദേശമായിട്ട് നിങ്ങൾ വേണമെങ്കിൽ കൂട്ടിക്കോളൂ. അതാണ് കാര്യം. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും പുതിയ ആൾദൈവത്തിന്റെ പുതിയ ഭാഷകൾ, ഇപ്പോഴത്തെ ദൈവങ്ങൾ സംസാരിക്കുന്നതൊക്കെ മയിലേ കുയിലേ പൂവും കായൊക്കെ ചേർത്താണ്. അതൊന്ന് നിങ്ങളോട് പറയണം തോന്നി. കാരണം ഈ ആൾദൈവത്തിനെയാണ് 2 ദിവസം മുമ്പ് കൊണ്ടുവന്നിട്ട് പ്രതിഷ്ഠിച്ചിരുത്തി മാലയിടിച്ച് കാലൊക്കെ തൊട്ട് വന്നിച്ച് ചുംബിച്ചിട്ടൊക്കെ ഇരുന്നിരുന്നു. അപ്പൊ ഞാൻ എന്റെ കൂടെ ഈ ഷാമി വന്നായിരുന്നു കളിക്കാനായിട്ട്, എന്റെ ഷാമി വന്നായിരുന്നു, ഞാൻ ഷാമിയുടെ കൂടെ കളിച്ചായിരുന്നു, ഞാനും ഷാമിയും കൂടെ കളിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ സന്യാസിനി സംസാരിക്കുന്നതൊക്കെ കണ്ടു. അപ്പോ എല്ലാവരും കൂടി ഇതിനൊക്കെ ചുമന്നോണ്ട് നടക്കുന്നവന്റെയൊക്കെ ഒരു ഗതികേട് ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ലോകമേ നിനക്കും ഭ്രാന്തായോ, അതോ നാട്ടുകാർക്ക് ഭ്രാന്തായോ, അതോ ആൾദൈവങ്ങൾക്ക് ഭ്രാന്തായോ, എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും തൽക്കാലത്തേക്ക് വിട. ആരൊക്കെ ഉള്ളത്? സൗമ്യ കണ്ണൻ, പിന്നെ ആരാ? നിശാന്ത് രാമൻ, ഹായ്. രതീഷ് ടി ഡി, ഹായ്. ഇനി ആരെങ്കിലും ഉണ്ടോ? അപ്പൊ എല്ലാ കുട്ടികളും പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ശ്രീല വന്നല്ലോ. ഞാൻ വേറൊന്നുമില്ല, വെറുതെ നമ്മുടെ ആൾദൈവങ്ങളെ കുറിച്ച് പറയാൻ വന്നതാണ് ശ്രീല. കാരണം എന്താ വെച്ചാല് പുതിയ ആൾദൈവത്തിന്റെ പുതിയ ഭാഷയൊക്കെ കണ്ടു, അതൊന്നും പറയണം തോന്നി. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോ എല്ലാവർക്കും ശുഭരാത്രി, ബൈ ബൈ.